ഹായ് ഗൈസ്, ലെഡ്ഗർ 54ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എക്സ്പൾസ് റാലി ആയിട്ടാണ്. ഇത് എന്തിനാണ് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പൾസ് 210 ആയിട്ടുള്ള ചെറിയൊരു കമ്പാരിസൺ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റാലി കൊണ്ടുവന്നിരിക്കുന്നത്. ക്രോസ് ബാർ വെച്ച് ഒന്നുകൂടി വണ്ടിയുടെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ സ്ട്രൈറ്റ് പൊസിഷനിൽ ഇരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ തന്നെ ഒരു നല്ലൊരു ലുക്കാണ് ഇപ്പോൾ വണ്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് എക്സ്പൾസ് 210 വെച്ച് നോക്കുമ്പോൾ വ്യത്യാസം എന്താ വെച്ചാൽ ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ച് കാര്യങ്ങൾ, പിന്നെ ടാങ്ക്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇതിലും അതിലും ഒരു വ്യത്യാസം അവർ വരുത്താത്ത എന്താ വെച്ചാൽ വണ്ടിയുടെ ലൈറ്റിന് ഇപ്പോഴും ഒരു വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും ആ ഹൈറ്റ് ഉള്ളതുകൊണ്ട് അധികം ലൈറ്റ് കിട്ടുന്നില്ല. പിന്നെ പറഞ്ഞപ്പം വലിയൊരു മാറ്റം എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഹീറ്റ് വളരെ കുറവാണ്. എക്സ്പൾസ് 210 വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ വളരെ കുറവാണ്. 210 നല്ല രീതിക്കുള്ള ഹീറ്റിംഗ് ഉണ്ട്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ സീറ്റിനെ കുറിച്ചാണ്. ഇതിൻ്റെ സീറ്റ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എക്സ്പൾസ് 210. ഇതിൻ്റെ സീറ്റിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ വെള്ളമാവും. പിന്നെ ചെയിൻ ലൈഫ് നല്ലോണം കിട്ടുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയിൻ ലൈഫ് കിട്ടുന്നുണ്ട്. ഒരു 15-20 വരെയാണ് ഇതിൻ്റെ ചെയിൻ ലൈഫ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ടെയിൽ ടൈഡ് നോക്കിയാൽ തന്നെ ഒരു സ്പോർട്ടി ലുക്കാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടിക്ക് ഒരു ഫോർ ഇൻഡിക്കേറ്റർ ഹസാർഡൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു നല്ല ലുക്ക് വണ്ടിക്ക് നൈറ്റിൽ കിട്ടും. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞാൽ അടിപൊളിയാണ്. അത്രയും പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു എത്ര വലിയൊരു കല്ലിൻ്റെ മുകളിൽ കൂടി ഈസി ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നമുക്ക് ഏതൊരു ഹില്ലി ടെറൈൻ കൂടെ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് കമ്പയർഡ് ടു എക്സ്പൾസ് 210. പിന്നെ ഈ വണ്ടി എക്സ്പൾസ് 210 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബിഗ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡുവൽ ചാനൽ ABS ഇല്ല എന്നുള്ളത്. ഇതൊരു സിംഗിൾ ചാനൽ എക്വിപ്ഡ് ആയിട്ടുള്ള ABS ആണ്. എക്സ്പൾസ് 210 വെച്ച് നോക്കുമ്പോൾ ഡുവൽ ചാനൽ ABS ആണ്. പിന്നെ ഇതിൻ്റെ പവർ വളരെ കുറവാണ്. നമുക്ക് ഹൈവേയിൽ ഒരു ടൂർ ചെയ്യാനുള്ള ഒരു മിനിമം സ്പീഡ് നമുക്ക് ഇതിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടെയാണ് എക്സ്പൾസ് 210ൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത്. നമ്മളൊരു 100-120 ഈസി ആയിട്ട് ഒരു വൈബ്രേഷനും കാര്യങ്ങളിലാണ്ട് ഈസി ആയിട്ട് പോവാം. പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എക്സ്പൾസ് 120 ഒക്കെ ആകുമ്പോഴേക്കും ഒരു വൈബ്രേഷൻ കുറച്ചും കൂടി കൂടിയ ടൈപ്പായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കരിഷ്മയ്ക്ക് വരുന്ന പുതിയ ലോഞ്ച് ചെയ്ത കരിഷ്മയ്ക്ക് വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് എക്സ്പൾസ് 210 വരുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി പവർ ഫിഗേഴ്സൊക്കെ കുറച്ചും കൂടി കൂടുതലാണ് എക്സ്പൾസ് 200 വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഈ എക്സ്പൾസ് റാലിയാണ് ഒരു ഓഫ് റോഡിനൊക്കെ പറ്റിയ വണ്ടിയായിട്ട് എനിക്ക് തോന്നിയത്. കുറച്ചും കൂടി ഹാർഡ് ഓഫ് റോഡിന് പറ്റിയ വണ്ടിയാണ് എക്സ്പൾസ് റാലി എന്നായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ ഈ ക്രോസ് ബാർ ഗേറ്റിൻ്റെ വേറെ ഗുണം എന്താ വെച്ചാൽ വണ്ടി ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്ത് നമുക്ക് എടുത്തുകൊണ്ടുപോകാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഇപ്പോൾ ഒരു ട്രാഫിക്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് എടുത്തുകൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അത് കോർണറിങ്ങിന് ചെറുതായിട്ട് ബാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ബാക്കി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എക്സ്പൾസ് 210 ഇത് വെച്ച് നോക്കുമ്പോൾ പവർ ഫിഗേഴ്സ് വളരെ കുറവാണ് എക്സ്പൾസ് 210. പിന്നെ എടുത്തു പറയാൻ ഒരു കാര്യം മറന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രീനിന് കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടുതലാണ് എക്സ്പൾസ് 210. അപ്പോൾ എങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും അതിൻ്റേതായ പോരായ്മകൾ എക്സ്പൾസ് 210 ഉണ്ട്, എക്സ്പൾസ് 200 റാലിക്കും ഉണ്ട്. നമുക്ക് എത്ര ലോങ് വേണമെങ്കിൽ മടുപ്പില്ലാതെ അഡ്വഞ്ചർ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് എക്സ്പൾസ് 200 റാലി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ഇതുപോലുള്ള വീഡിയോസ് വരുന്നവരേക്കും ബൈ.